സർ, ഈ 21ാം നൂറ്റാണ്ടിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ അധ്യാപകർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 21ാം നൂറ്റാണ്ടിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഗംഭീര മക്കളാണ്. ഈ മക്കള് പറയാൻ പറ്റില്ല, ഇവന്മാർ ഭയങ്കര സ്പീഡാണ്. ഹൈ സ്പീഡായിട്ടുള്ള കുട്ടികളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അധ്യാപകൻ എന്ത് ചെയ്യണം? സ്പീഡ് കൂട്ടണം. എല്ലാ കാര്യത്തിലും, നടക്കുന്നതിൻ്റെ സ്പീഡ് മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ ടീച്ചേഴ്സും അതിനനുസരിച്ച് സ്പീഡ് കൂട്ടണം. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ടെക്നോളജിയുടെ ലോകത്തേക്ക് ജനിച്ച് വീണ കുട്ടികളാണ്. അപ്പോൾ ടെക്നോളജി നമ്മൾ അധ്യാപകർ പഠിക്കണം. കുട്ടികൾ ടെക്നോളജി നന്നായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അവർ ടെക്നോളജിയെക്കുറിച്ച് എല്ലാം, ഇപ്പോൾ നമ്മളൊരു ഫോണ് കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ അവനതിൻ്റെ വിത്തിൻ സെക്കൻഡ്സ് അവനതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കും. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? വളരെ സ്ലോവിലാണ്. അപ്പോൾ ടെക്നോളജി പഠിക്കണം അധ്യാപകർ, അതല്ലാതെ വേറെ രക്ഷയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ലോക വിവരങ്ങളെല്ലാം ഉണ്ട്. അവർ കണക്റ്റഡ് ആണ്. അവർ എല്ലാ ലോകത്തെ കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാം. അവർ ടെക്നോളജിയെ നന്നായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ടെക്നോളജി ഏറ്റവും മികച്ച രീതിയിൽ അറിയാം. ഈ ഒരു വേൾഡ് വൈഡ് കണക്ഷൻ അധ്യാപകർക്കും വേണം. ഈ സാധനം നമുക്കും പറ്റും, ടെക്നോളജിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അധ്യാപകർക്കും അത് എന്ത് ചെയ്യാൻ പറ്റും? ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് ഒരു കാര്യം നമ്മൾ പല അധ്യാപകരും മറന്നു പോകും. നമ്മൾ പരത്തി പറയും കുട്ടികളുടെ അടുത്ത്. പരത്തി പറയുന്നത് നിർത്തണം. കാരണം എന്താണെന്നറിയോ? കുട്ടികളുടെ ഇന്നത്തെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 10 മിനിറ്റിൽ കൂടുതൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. പരത്തി പറയുന്നത് നിർത്തിയിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ട് അവർ അറ്റൻഷൻ സ്പാൻ കുറവാണെന്ന് മനസ്സിലാക്കി അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയണം. അതേപോലെ ഈ കുട്ടികൾ വല്ലാതെ സെൽഫ് ലേണിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് സ്വയം അവർ ഫോൺ ഉപയോഗിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ അവർ അവരുടേതായ ലോകത്തിരുന്ന് പഠിക്കുന്നു. അതേസമയം നമ്മൾ ടീച്ചേഴ്സോ മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഈ ഒരു സ്വഭാവത്തെ നമ്മൾ എതിർക്കേണ്ടതില്ല. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ, 21ാം നൂറ്റാണ്ടിലെ കുട്ടികൾ സെൽഫ് ലേണിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ഫെസിലിറ്റേറ്റർ ആയി മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അവർക്ക് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ട്രാറ്റജീസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ ആദ്യം നമ്മൾ പഠിക്കണം. അതിനനുസരിച്ച് നമ്മൾ അധ്യാപകർ മാറണം. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അതല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല.